ഹലോ കൂട്ടുകാരെ, രാവിലെ തന്നെ അമ്മ അടിപൊളിയായിട്ടൊരു മസാല ദോശ ഉണ്ടാക്കി തന്നു. അതും കഴിച്ച് ഞാനും അമ്മയും കൂടെ നേരെ ചെട്ടോളങ്കര അമ്പലത്തേക്ക്. ഇന്ന് കുംഭഭരണിയല്ലേ, അങ്ങോട്ട് പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കം കിട്ടരുത്. തേരിൻ്റെ പണിയൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കുറേ നേരം കണ്ടിട്ട് നമ്മൾ നേരെ വിചാരിച്ചു പാർക്കിംഗ് കിട്ടത്തില്ലെന്ന്. പക്ഷേ നമുക്കൊരു ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല ചൂടാണ്, മൂർധാവിൽ വെയിലടിക്കുന്ന സമയം. പോയി ഒരു അത്യാവശ്യം തന്നെയാണ് ഒരു ക്യാരറ്റ് ജ്യൂസും കുടിച്ച് നമ്മൾ നേരെ പോയി ഒരു സദ്യയും കഴിച്ചു. ഗംഭീരമായിട്ടുള്ള ഈ ഒരു സദ്യയും കഴിച്ചിട്ട് ചൂടൊക്കെ അല്ലേ, ഒരു സംഭാരം കൂടെ കുടിച്ച് നേരെ ചെട്ടുകുളങ്ങര അമ്പലത്തിലേക്ക് പോകാനുള്ള മൈൻഡ് സെറ്റ് ഒറ്റ നടപ്പ്. ഇതിൽ വന്നപ്പോഴത്തേനും ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. കാര്യം വൈകുന്നേരമല്ലേ ഈ കുതിരയും തേരും ഒക്കെ വന്ന് തുടങ്ങുന്നത്. അപ്പോഴത്തേനും ഇനി നമുക്ക് പോകേണ്ട എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈരേഴുതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു കുതിര വരുന്ന ഈ ഒരു സ്പോട്ടാണ് കേട്ടോ. ഈ ഒരു ചതുപ്പിലൂടെയാണ് അത് വരുന്നത് കേട്ടോ. ഇത്രയും ആൾക്കാർ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. ആ ഒരു തലയെടുപ്പോടെ വരുന്ന ആ ഒരു വരവ് കണ്ടോ, അറിയാതെ പോലും ഇങ്ങനെ ഒന്ന് നോക്കി നിന്ന് പോകും. അത് അങ്ങനെയാണ്, നമ്മൾ ഈ ക്യാമറ കാണുന്നോട്ടല്ല, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. അതിപ്പോൾ എല്ലാ കുതിരകളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ചതുപ്പിലൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ചില്ലറ പരിപാടിയൊന്നുമല്ല, അത് അതുപോലെ പാടുപെട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇവരിങ്ങനെ കൊണ്ടുപോകുന്നത്. പിന്നെ കുറേ നാളത്തെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഇത്. ഈ ഒരു കാരണം ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു മോഡലൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്കിത് കഴിക്കാനുള്ളൊരു മൂടൊക്കെ അങ്ങ് പോയി. പക്ഷേ സംഭവം ഇത് കഴിച്ച് നോക്കിയപ്പോഴത്തേനുണ്ടല്ലോ, ഇത് പുള്ളിക്കാരൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ കയ്യിലോട്ട് വന്നപ്പോഴത്തേനും വീണ്ടും കഴിക്കാൻ എവിടേക്ക് ഒരു ടെൻഡൻസി കിട്ടി. സോ പിന്നെ നോക്കിയില്ല, ഞാൻ ഒരു പീസ് ആദ്യം എടുത്ത് ഞാൻ കഴിച്ചു നോക്കി. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. കൊടുത്ത പൈസ വെറുതായിട്ട് ഭാഗ്യത്തിന്. അങ്ങനെ കുറച്ച് നേരം കാറിലൊക്കെ വന്നിരുന്നു. ഒരു 6 മണി 6:30 ആയപ്പോഴത്തേനും കുതിരയൊക്കെ ഇറങ്ങി തുടങ്ങി. എന്ത് ജനപ്രവാഹമായിരുന്നു കേട്ടോ. ഇതിനേക്കാളും ജനപ്രവാഹം ഇനി കുറച്ച് കഴിഞ്ഞാൽ. സോ ഒരു 7 മണി 7:30 ടൈം ആയപ്പോഴത്തേനും ഓൾമോസ്റ്റ് കുതിരകളെല്ലാം കാഴ്ചകണ്ടത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. തേരുകളൊക്കെ ഏകദേശം വന്നു തുടങ്ങി. സോ ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെയാണ് കേട്ടോ നമ്മുടെ ചെട്ടോളങ്ങര കുംഭഭരണി. അതിമനോഹരമാണ്. പിന്നെ എന്ത് ചെയ്തു, നമ്മൾ നേരെ പോയിട്ടൊരു അടിപൊളിയായിട്ടൊരു മുളക് ബജിയും കഴിച്ചു. പിന്നെ ഒരു വാട്ടർ മെലൺ ജ്യൂസും കൂടെ കുടിച്ചു. അങ്ങനെ അതും കഴിച്ച് കുറച്ച് മുമ്പ് രാവിലെ കഴിച്ച ആ ഒരു സാധനം കഴിക്കണമെന്നത് ഈ ഒരു പാനിപൂരി ഇതും കൂടെ കഴിച്ചു. സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നാളുകൾ ഞാൻ കഴിക്കണം എന്നൊക്കെ വെച്ചിരുന്നത്. പിന്നെ നമ്മൾ കുറേ അമ്പലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ടു. പിന്നെ അങ്ങോട്ട് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്, നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് എന്ത് ചെയ്തു, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അപ്പോഴത്തേനും അടുത്ത കുതിര കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം അതും നോക്കി നിന്നു. ഇങ്ങനെ ഇതിൻ്റെ പുറകിനും ഇനിയും കുതിരകളൊക്കെ ഇഷ്ടം പോലെ ഇനിയും വരാണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഈ പ്രാവശ്യത്തെ കുംഭഭരണി എന്തായാലും അടിച്ച് പൊളിച്ച് കേട്ടോ. ഓക്കെ, താങ്ക് യു.